അകത്തെ അന്തരീക്ഷം അത് ശാന്തമാകുന്നുണ്ടോ? എല്ലാ പ്രവർത്തകരും പുറത്തേക്ക് വരികയാണോ? രതീഷ്, പൂർണ്ണമായിട്ടും ആ പ്രവർത്തകരെല്ലാം അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അകത്ത് നടന്നിരുന്ന പ്രതിഷേധം, ഒന്നാം നിലയിൽ നടന്നിരുന്ന പ്രതിഷേധം അവസാനിച്ചു. അവരെല്ലാം ഇപ്പോൾ നേരത്തെ ആദ്യം ഈ പ്രതിഷേധം ഒന്നാം നിലയിൽ നടന്നിരുന്ന പ്രതിഷേധം അവസാനിച്ചു. അവരെല്ലാം ഇപ്പോൾ നേരത്തെ ആദ്യം ഈ സമരം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക്, പ്രധാന വാതിലിന്റെ മുന്നിലേക്ക്, ആ വരാന്തയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. താഴത്തെ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം ഉള്ളത്. മുകളിലുള്ള പ്രതിഷേധം, വി സിയുടെ ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന പ്രതിഷേധം പൂർണ്ണമായി കൊണ്ടുപോയത്. വിദ്യാർത്ഥികൾ നാലുപാടും അകത്തേക്ക് പ്രവേശിച്ചു. വി സിയുടെ ഓഫീസിന് മുന്നിൽ വരെ എത്തി. വി സിയുടെ ഓഫീസിന്റെ വാതിൽ തകർക്കാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ഒരു കയ്യാങ്കളിയുടെ സിറ്റുവേഷൻ ഉണ്ടായി. അവിടെ ഒരു ബലപ്രയോഗവും ലാത്തിചാർജും ഒക്കെ നടന്നാൽ വലിയ പരിക്കുകൾ ഉണ്ടാകാവുന്ന സ്ഥിതിയായിരുന്നു. പക്ഷേ അത് ഒഴിവാക്കാൻ പോലീസിന് കഴിഞ്ഞു. തന്ത്രപരമായി ഓരോരോ വിദ്യാർത്ഥികളെ ആയിട്ട് സമയമെടുത്ത് പിടിച്ചു മാറ്റിയാണ് അവിടുത്തെ സംഘർഷം പോലീസ് ലഘൂകരിച്ചത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. സർവകലാശാല ആസ്ഥാനത്തിന് പോലീസ് ഒരുക്കിയ എല്ലാ സുരക്ഷയും മറികടന്നുകൊണ്ടാണ് സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വൈസ് ചാൻസലറുടെ ഓഫീസിന്റെ മുന്നിൽ വരെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ എത്തിയത്. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മുന്നിലെ വരാന്തയിൽ ആ പടവുകൾ ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അകത്ത് ഉണ്ടായിരുന്ന സംഘർഷം പൂർണ്ണമായും ലഘൂകരിക്കപ്പെട്ടു. ഇപ്പോൾ സമരം പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഏതാണ്ട് സമരം അവസാനിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അല്പസമയത്തിനകം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയോ അതല്ലെങ്കിൽ അവരെ പിരിഞ്ഞു പോവുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും SFI പ്രഖ്യാപിച്ച കാര്യം, വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ എത്തും എന്ന് പറഞ്ഞ കാര്യം അവർ നടപ്പാക്കിയിരിക്കുന്നു. അത് തടയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മാത്രമല്ല, എല്ലാ വാതിലിലൂടെയും ഈ സർവകലാശാലയുടെ ചുറ്റും ഓടി നടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഈ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കയറിയത്. നേരത്തെ അതിവിചിത്രമായ അല്ലെങ്കിൽ കൗതുകരമായ കാഴ്ചകൾ ഈ സമരത്തിനിടയിൽ ഉണ്ടായി. ഒരു ഒന്നാം നിലയിലെ ഒരു വാതിൽ, ഒരു ജനൽപ്പാളി അത് തുറന്ന് അതിനുള്ളിലേക്ക് ഈ ഭിത്തിയിലൂടെ വലിഞ്ഞു കയറുന്ന വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ സമരങ്ങൾ നടക്കുമ്പോൾ ഭരണകർത്താക്കളുടെ വീടുകളൊക്കെ, ഔദ്യോഗിക വസ്തുക്കളൊക്കെ കയ്യേറുന്ന മട്ടിൽ ആ ദൃശ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് സർവകലാശാല ആസ്ഥാനത്ത് ഇന്നിപ്പോൾ SFIയുടെ സമരത്തിന്റെ ഭാഗമായി അരങ്ങേറിയത്.